പോലീസുകാർ തെളിവെടുപ്പിനായിട്ട് നമ്മുടെ പ്രതിയെ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വരവ് ഏതൊരു വീഡിയോ കാണുന്നതിനേക്കാളും വളരെ സന്തോഷമാട്ടോ കിട്ടിയത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവന് നല്ലത് കിട്ടിയിട്ടുണ്ട് അവിടുത്തെ നാട്ടുകാരുടെ നിന്ന്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അവനെ സ്പോട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും അവന് ഒരെണ്ണെങ്കിലും കൊടുക്കണം എന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മലയാളിക്കോ അല്ലെങ്കിൽ ഓരോ മനുഷ്യനും തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നാട്ടുകാർ പൊതിരെ തല്ലുന്നുണ്ട് കേട്ടോ. കയ്യിൽ കിട്ടുന്ന ഓരോ അവസരവും ആരും വെറുതെ കളയുന്നില്ല. പോലീസുകാർ ഒത്തിരി പോലീസുകാരുണ്ടായിരുന്നു കേട്ടോ പ്രതിയായിട്ടുള്ള അഷ്കറിനെ തെളിവെടുപ്പ് സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഓടുകയാണ് അവർ. എന്താ പറയുക, അവർക്കും അറിയാം. കാരണം നാട്ടുകാരെല്ലാം വളരെ രോഷാകുലരായിട്ടാണ് നിൽക്കുന്നത്. ഒരു കുഞ്ഞിനോട് 1.5 വയസ്സുകാരനോട് ചെയ്ത ക്രൂരതയ്ക്ക് ഓരോരുത്തരും കൊടുക്കുന്നുണ്ട് കേട്ടോ. പോലീസുകാർ മാക്സിമം തടയുന്നുണ്ട്. പക്ഷേ വരുന്നവരെല്ലാം അവർക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മളും കാണാൻ ആഗ്രഹിച്ചത് കേട്ടോ. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഈ പ്രതിയെ അറിയിക്കണമല്ലോ. അപ്പോൾ നല്ല തല കുമ്പിട്ടാണ് ഓടുന്നത് കേട്ടോ. തല ഉയർത്താനൊന്നും പറ്റുന്നില്ല ആൾക്ക്. തല കുമ്പിട്ട് തന്നെ ഓടുകയാണ്. പോലീസുകാരും അതിനൊപ്പം തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ നാട്ടുകാർ. ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്. അവരോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം കാണുന്നവരൊക്കെ കൊടുക്കുന്നുണ്ട്. അവന് ഏത് ഭാഗമാണ് അവർക്ക് കയ്യിൽ കിട്ടുന്നത് ആ ഭാഗത്ത് തന്നെ നോക്കി നല്ല താങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. ആ പച്ച ഷർട്ട് ഇട്ട ചേട്ടനൊക്കെ നല്ലത് കൊടുക്കുന്നുണ്ട് അവന് അങ്ങനെ തന്നെ വേണം. എന്തായാലും ജയിലിലും അവന് എന്താ കിട്ടാൻ പോണെന്നെല്ലാം നമുക്കറിയാം. അപ്പോൾ ആ ഒരു ടൈമിന് മുന്നേ തന്നെ നമ്മുടെ കൈയുടെ ചൂടും കൂടി അവനൊന്ന് അറിയട്ടെ. ഇത് ഓരോ അമ്മമാർക്കുമുള്ളൊരു മറുപടികളാട്ടോ. അതായത് കുറച്ചെങ്കിലും അല്പമെങ്കിലും ആശ്വസിക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടിട്ട് വളരെ എന്താ പറയുക, മനസ്സിനൊരു തൃപ്തി, കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടിയിട്ടോ. ഇവനെ ഈ നാട്ടുകാർ ഇങ്ങനെ ഇട്ട് തല്ലുന്ന കണ്ടപ്പോൾ ഇവനിത് അർഹിക്കുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അവൻ ചെയ്തു വെച്ചിരിക്കുന്ന അമ്മാതിരി ഒരു സാധനമാണല്ലോ. അപ്പോൾ ഈ അടുത്തിടെ കണ്ട സംഭവങ്ങളിൽ ഏറ്റവും രോഷാകുലരായിട്ട് നമ്മുടെ നാട്ടുകാരെ കണ്ടിരിക്കുന്ന ഈ ഒരു കേസിലാണ് കേട്ടോ. അവന് തല ഉയർത്താൻ പോലും സാധിക്കുന്നില്ല. കാരണം അവനറിയാം തല ഉയർത്തി കഴിഞ്ഞാൽ അവൻ്റെ മുഖത്തും തലയ്ക്കൊക്കെ നല്ലത് കിട്ടുമെന്നറിയാം. കല്ലേറൊക്കെ കിട്ടുന്നുണ്ട്. കാരണം ആ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ചങ്ങ് നടക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നല്ലവരായ നാട്ടുകാരോട് നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഒപ്പം ആ കുഞ്ഞിൻ്റെ പേരിലും നമ്മുടെ നല്ലവരായ നാട്ടുകാരോട് ഇത്രയെങ്കിലുമൊക്കെ അവനെ അറിയിക്കണമല്ലോ. കാരണം അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിഞ്ഞ് അതിനുള്ളൊരു കുറ്റബോധമെങ്കിലും അവൻ്റെ ഫേസിൽ കാണണമല്ലോ. പോലീസുകാർ മാക്സിമം തടയാൻ നോക്കുന്നുണ്ട്. അവരവരുടെ ജോലി എന്തായാലും ചെയ്യുമല്ലോ. പക്ഷേ നമ്മുടെ ചേട്ടന്മാർ അടിപൊളിയാണ്. കൊടുക്കുന്നുണ്ട്, അവന് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കുഞ്ഞിനോട് കണ്ണില്ലാത്ത ക്രൂരതയല്ല അവൻ ചെയ്തത്. അപ്പോൾ ആ കുഞ്ഞ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു അംശമെങ്കിലും അവൻ അറിയണമല്ലോ. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൂടി കാണിച്ചു കൊടുക്കുമായിരുന്നു. കാരണം അത് കുറച്ചെങ്കിലും എനിക്കൊരു തൃപ്തി കിട്ടി ഈ വീഡിയോ കണ്ടപ്പോൾ കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ പ്രതികളൊക്കെ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുമ്പോൾ അവന് ഒരെണ്ണമെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും നമുക്ക്.